വളരെ അനുഗ്രഹീതമായ 5 ദിവസങ്ങളിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 27ാമത് കൺവെൻഷൻ, അതിരൂപത കൺവെൻഷൻ അഭിനന്ദ ആലഞ്ചേരി പിതാവിൻ്റെ വിശുദ്ധ ബലിയർപ്പണത്തോടെ ആരംഭിച്ചു. നമുക്ക് എത്രയും പ്രിയങ്കരനായ തറയിൽ പിതാവ് സ്വാഗതാശംസകളോടെ നമ്മളെല്ലാവരെയും ഇതിലേക്ക് ഉൾച്ചേർത്തു. ഒരുപാട് നല്ല കൃപാവചസ്സുകൾ നിറഞ്ഞ പ്രൗഢമായ ഉദ്ഘാടന സന്ദേശത്തോടെ കർദിനാൾ ആലഞ്ചേരി പിതാവ് പ്രത്യേകത ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ധന്യമായ ഒരു സദസ്സാണത്. എനിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷവും ഒരു ബഹുമാനവും എനിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയോട് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് കൂടുതലായി അറിയില്ലെങ്കിലും എനിക്ക് ഈ ഇവിടുന്ന് ധാരാളം ബ്രദേഴ്സ് എൻ്റെ കൂടെ സെമിനാരിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. അഭിനന്ദ പാടിയത്തെ പിതാവ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് സതീർത്ഥ്യരായി പഠിച്ചിരുന്നവരാണ്. അതുകൂടാതെ ഞാൻ പലതവണ അഭിനന്ദ തറയിൽ പിതാവിനെ കാണാൻ വന്നിട്ടുണ്ട്. പെരുന്തോട്ട പിതാവിനെയും അതുപോലെ തന്നെ ജോസഫ് പൗത്തിൽ പിതാവ്, അഭിനന്ദ പൗത്തിൽ പിതാവിനെ എല്ലാം കാണാൻ പലതവണ വന്നിട്ടുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് ഒരുപാട് സ്നേഹമാണ് എനിക്ക് ഇവിടുന്ന് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടുത്തെ അഭിനന്ദ മെത്രാപ്പൊലീത്തമാരിലൂടെയും അതുപോലെ ഇവിടെ വലിയ നല്ല പണ്ഡിതരായ അച്ഛന്മാർ, നല്ല പ്രൗഢമായൊരു സദസ്സാണ്. എന്ന് പറഞ്ഞാൽ ഈ രൂപതയ്ക്ക് നല്ല ഒരു പ്രൗഢമായൊരു അന്തരീക്ഷം കർത്താവ് കൊടുത്തു. അപ്പം അതുകൊണ്ട് പാലക്കാട് രൂപതയിൽ നിന്നൊക്കെ വരുമ്പോൾ അച്ഛന് ഇതിനെക്കുറിച്ച് വലിയ സ്നേഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വരുമ്പോൾ കൂടുതലായി അനുഭവപ്പെടുന്നത് ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. എനിക്ക് ആലഞ്ചേരി പിതാവിനോടുള്ള ബന്ധം, ആലഞ്ചേരി പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപത അഭിമാനപുത്രനാണ്. അപ്പോൾ ഞാൻ പിതാവ് കർദിനാളായിരിക്കുമ്പോൾ, മേജർ ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ 2 സന്യാസ സമൂഹങ്ങളുടെ മോണസ്ട്രികളുടെ രൂപീകരണത്തിന് വേണ്ടി അവിടെ ചെന്ന സമയത്ത് ഞാൻ വളരെ ഞെരുക്കത്തിലും പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നുപോയ കാലം. അപ്പോഴൊക്കെ പിതാവ് വളരെ സന്തോഷത്തോടെ ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ വാത്സല്യപൂർവ്വം ചേർത്ത് അനുഗ്രഹിച്ച് അതിൻ്റെ ഗൈഡൻസ് തന്ന് സഭയോടും സഭയുടെ ലിറ്റർജിയോടും സഭയുടെ പാരമ്പര്യത്തോടും സഭയുടെ മുമ്പ് ജീവിച്ചു പോയ നമ്മുടെ മുൻഗാമികളുടെ ആ ഒരു കാൽപാദങ്ങളോട് ചേർന്നും പുതിയ ചുവടുവെപ്പുകൾ വെക്കാൻ ഒരുപാട് അഭിനന്ദ ആലഞ്ചേരി പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങളും പ്രോത്സാഹന വചസ്സുകളും എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ബിനോയ് കരിമരുതകളച്ചനും അതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം അഭിനന്ദ ആലഞ്ചേരി പിതാവിലൂടെ ലഭിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ആധ്യാത്മികതയുടെ സ്പർശനം കൂടിയായിരുന്നു. ഒരു ആധ്യാത്മികത ഇവിടെ അനുഭവപ്പെടുക, അതിൻ്റെ ഒരു സ്പർശനം കൂടിയായിരുന്നു അഭിനന്ദ പിതാക്കന്മാരിലൂടെ എല്ലാം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ SB കോളേജിനോട് ഞങ്ങൾക്ക് വലിയ ബന്ധമുണ്ട്. നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ പലരും ഇവിടെ നിന്ന് പഠിച്ച് അവർ വളരെ തീഷ്ണമതികളായി അവർ കർത്താവിന് വേണ്ടി നല്ല സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കരുത്ത് പ്രാപിച്ചത്. അവരിപ്പോൾ സന്തോഷത്തോടെ അവർ ചങ്ങനാശ്ശേരി അതിരൂപതയെക്കുറിച്ച് SB കോളേജിനെ കുറിച്ചൊക്കെ ഞങ്ങളോടും മറ്റുള്ളവരോടൊക്കെ പറയുന്നതും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടും പിന്നെ ഇവിടെ കുറച്ച് ഇടവുകളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കുറച്ച് ഇടവുകളിൽ ഞാൻ പോയത് ഓർക്കുന്നുണ്ട്. പച്ച ചിക്കടിക്കാട്, അതിൽ കുറമ്പനാടം, അങ്ങനെ കുറച്ച് ഇടവുകളിൽ. പക്ഷെ അവിടുത്തെ ജനങ്ങളൊക്കെ ആണെങ്കിലും അവരിങ്ങനെ എന്താ പറയുന്നത്, വളരെ സ്നേഹമാണ്. അല്ലെ, അവരുടെ ഹൃദയം പറിച്ചു നൽകുന്ന പോലെ സ്നേഹമുള്ള നല്ല ഹൃദയങ്ങളെ ഒരുപാട് പേരെ ഇങ്ങനെയുള്ള കൺവെൻഷനുകളിൽ കാണാൻ ഇടവന്നിട്ടുണ്ട്. ഒരുപാട് അതുകൊണ്ട് ഈ രൂപതയോട് സ്നേഹവും പിന്നെ സന്തോഷവും ഉണ്ട്. അങ്ങനെ ദൂരത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൺവെൻഷന് ക്ഷണിക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ ക്ഷണിച്ചപ്പോഴൊക്കെ പല തടസ്സങ്ങളും പിന്നെ ദൈവത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ പറഞ്ഞ വലിയ സന്തോഷത്തോടെ അത് ദൈവ സാഹചര്യങ്ങൾ ഒരുക്കി എനിക്ക് സമയം ക്രമീകരിക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഇന്ന് ഇവിടെ പൂർത്തിയായി കൺവെൻഷൻ ആരംഭിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, മനുഷ്യൻ പലതും ആലോചിച്ചു വെക്കുന്നു, എന്നാൽ നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്.
പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആത്യന്തികമായ നമ്മുടെ കർത്തൃത്വം സർവാധികാരിയായ ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്നാൽ മനുഷ്യൻ ഇത് വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ ദൈവത്തെ സർവശക്തിയോടെ സ്നേഹിക്കുന്നില്ല. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിക്കുന്നില്ല. ഇത് കർത്താവിൻ്റെ ഒരു വേദനയാണ്. നമ്മുടെ ചെറിയ ഒരു മൂമെൻ്റ്, നമ്മുടെ ഒരു ചെറിയ ഒരു കൈവിരലൊന്ന് അനങ്ങണമെങ്കിൽ, നമ്മുടെ എന്താ പറയണത്, നമ്മുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം, ദൈവമായ കർത്താവിൻ്റെ നേതൃത്വം, ദൈവമായ കർത്താവിൻ്റെ ഇടപെടൽ, ദൈവമായ കർത്താവിൻ്റെ പരിപാലനം ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ജനം ഹൃദയം കൊണ്ട് സർവശക്തിയോടെ വിശ്വസിക്കുന്നില്ല. ഇത് കർത്താവിൻ്റെ ഒരു വേദനയാണ്. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം കർത്താവ് എന്നെ ദൈവവിളിക്ക് വിളിച്ച് വൈദിക പട്ടം തന്ന് എന്നെ ഇത്രയും കാലം ഒരുക്കിയ കർത്താവ് ആണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയതും ഇത് സംഭവിപ്പിക്കാൻ കാരണമായിരിക്കുന്നത് കർത്താവ് ആണെന്ന് സർവശക്തിയോടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിലാണ് കർത്താവിൻ്റെ സന്തോഷം. റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതം, റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതം, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ പലതും ആലോചിക്കുന്നു, അധ്വാനിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യണം. മനുഷ്യൻ അധ്വാനിക്കണം, മനുഷ്യൻ ഒരുമിച്ച് കൂടണം, ഓർഗനൈസ് ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ ദൈവമാണ് അത് നടപ്പാക്കുന്നത്. ദൈവമാണ് അതിന് ഫലം തരുന്നത്. ദൈവമാണ് അതിൻ്റെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. 1984 ഞാൻ സെമിനാരിൽ ചേരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ചില സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 1984 ഞാൻ സെമിനാരിൽ ചേരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം സെമിനാർ ഫസ്റ്റ് ഇയർ മൈനർ സെമിനാറിൽ ഫസ്റ്റ് ഇയർ സമയത്ത് ഒരു ദിവസം വീട്ടിൽ ഒരു ചിറ്റപ്പൻ്റെ വീട്ടിൽ ഒത്തുകല്യാണത്തിന് എന്നെ വിളിച്ചു. ബ്രദറാണ്, എനിക്ക് സന്തോഷമാണ്, കല്യാണത്തിന് പോകാനുള്ള സന്തോഷമാണ്. ഞാനങ്ങനെ ഒത്തുകല്യാണമാണ് ആദ്യത്തെ. ഞാൻ ചെന്നു. അപ്പോൾ വളരെ വലിയ ആഘോഷമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ തലേദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്യും. തലേദിവസം രാത്രി എല്ലാം റെഡിയായി. കള്ളപ്പത്തിന് അവിടെ കള്ളപ്പം ഇറച്ചി ഒരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ ബാക്കി റൊട്ടി, പഴയ കാലം 84 പഴയ കാലത്തെ രീതികളാണ്. റൊട്ടി, അരിയ, ഉള്ളി പരിപാടി, സെലഡേറ്റ്, പിന്നെ മീൻ, അച്ചാർ, പലതരത്തിലും ഇറച്ചി, പലതരത്തിലും അപ്പാസത്, ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കി രാത്രി 12 മണി വരെ ആയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പറഞ്ഞു, എല്ലാം വീട്ടുകാർ, കാറ്ററിംഗുകാരില്ല, 84 എല്ലാം ബന്ധുക്കളാണ് വന്ന് ശരിയാക്കുന്നത്. പന്തലിട്ട് ശരിക്കും നന്നായിട്ട് വലിയ സെറ്റപ്പോടുകൂടിയുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ എല്ലാവരും രാത്രി 12 പറഞ്ഞ് ബാക്കി നമുക്ക് രാവിലെ എഴുന്നേറ്റ് കള്ളപ്പം ചൂടാൻ തുടങ്ങാമെന്ന് പറഞ്ഞ് കടന്നു. നേരം വെളുത്ത് 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കള്ളപ്പത്തിനുള്ള ചട്ടിയൊക്കെ അടുപ്പ് വെച്ചു. 11 മണിക്ക് എല്ലാവർക്കും കൊടുക്കാൻ റെഡി. പള്ളി കഴിഞ്ഞ് വരും. നേരത്തെ തന്നെ അവിടെയൊക്കെ തുടങ്ങും. 11 മണി 12 മണിയോടുകൂടി. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പേര്, 10,500 പേരെ വിളിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെ 3:30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റ് തുടങ്ങി. അപ്പോൾ ചിറ്റമ്മ പറഞ്ഞു, എനിക്കൊരു നെഞ്ചുവേദന പോലെയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ വായ്മോദക സത്തും അന്നത്തെ 12 പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചൂടുവെള്ളം കട്ടചായ കൊടുത്തു. 5 മിനിറ്റ് കൊണ്ട് ചിറ്റപ്പം മരിച്ചു. അപ്പോൾ അന്നത്തെ പിറ്റേ ദിവസം രാവിലെയാണ് ഒത്തുകല്യാണം. 3 മണിക്കാണ് സംഭവിക്കുന്നത്. 3:30-4 മണിയായപ്പോഴാണ് സംഭവിക്കുന്നത്. ഞാൻ സെമിനാരിൽ നിന്ന് ചെന്നപ്പോൾ എന്നോട് രാവിലെ തന്നെ പറഞ്ഞു, ഒത്തുകല്യാണം മാറ്റി വെച്ചു, പക്ഷെ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ചിറ്റപ്പൻ മരിച്ചു, കല്യാണം ഇല്ല. എനിക്ക് ആകെ വിഷമായി. ഞാൻ അങ്ങനെ ചുറ്റി നോക്കുമ്പോൾ ഞാൻ പതുക്കെ പല കാര്യങ്ങളും അന്വേഷിച്ചു. ഞാൻ ചോദിച്ചു, അപ്പോൾ ബന്ധുക്കളൊക്കെ വരുമോ, എല്ലാവരും വരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നമ്മുടെ ആ ഇറച്ചിയും കള്ളപ്പൊക്കെ എവിടെയായിരിക്കും? അപ്പോൾ അവർ പറഞ്ഞു, മരിച്ചു വിടുക ഞാനൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച, വലിയ കുട്ടുകത്ത് വലിയ പാത്രങ്ങളിലാണെന്ന് മാവ് കലക്കി വെച്ചിരുന്നത്. നേരം വെളുത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇത് തെങ്ങിന് ചുവട്ടി കൊണ്ട് ഒഴിച്ച് കളയാമെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു പശുവിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, വേണ്ട, നമുക്ക് അടുത്ത വീടുകളിലേക്ക് കൊടുത്താൽ പാവങ്ങളുണ്ടല്ലോ, അവർ അപ്പം ചുട്ടിടുന്നു. അവരടുത്ത കോളനിയിൽ അറിയിച്ചു. ഇത് ഒരുപാട് പേര് പാത്രങ്ങളായിട്ട് വന്ന് ഈ മാവ് കൊണ്ടുപോയി. അപ്പം ഞാൻ അവിടെ നിന്ന് ചിന്തിച്ച കാര്യം ഇങ്ങനെയാണ്. തലേ രാത്രിയിൽ ഒരു വീട്ടിൽ മാവ് കുഴച്ച് വെച്ചു,
പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ നാട്ടിലുള്ള എല്ലാ വീട്ടിലും അപ്പം ചുട്ടു. നമ്മൾ ഇന്ന് രാത്രി കുഴച്ച് വെക്കുന്ന മാവ് കൊണ്ട് നാളെ രാവിലെ നമ്മൾ തന്നെ അപ്പം ചുടണമെന്ന് ദൈവത്തിൻ്റെ പരിപാലന ദൈവമാണ് നിശ്ചയിക്കുന്നത്. ആരാണ് ഇതുകൊണ്ട് അപ്പം ചുട്ട് കഴിക്കേണ്ടത്? വിളിക്കപ്പെട്ടവർ കഴിക്കണോ, നാട്ടുകാർ കഴിക്കണോ, വേറെ ആരെങ്കിലും കഴിക്കണമോ എന്ന് ദൈവമാണ് തീരുമാനമെടുക്കുന്നത്. ദൈവത്തിൻ്റെ കർത്തൃത്വം, ദൈവത്തിൻ്റെ സർവാധിക നമ്മൾ എല്ലാ അതാണ് പറയണത്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം ഞാനിപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ കൺവെൻഷൻ നടക്കണമെങ്കിൽ ദൈവം എത്ര സ്ഥലത്ത് കാവൽ നിന്നിട്ടാണ്. ഉദാഹരണത്തിന് എൻ്റെ അമ്മ മരിച്ചു എന്ന് വിചാരിക്കും, മരിച്ചിട്ടില്ല, ഉടനെ എനിക്ക് വിഷമാവും. എനിക്കിതുപോലെ ചിലപ്പോൾ സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റിയല്ല. അല്ലെങ്കിൽ പാലക്കാട് രൂപതയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കും, അതും അല്ലെങ്കിൽ PDMൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കും, അതും അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ സെക്യൂരിൽ എന്തെങ്കിലും സംഭവിച്ചു. എത്രയോ സ്ഥലങ്ങളിൽ ദൈവം കാവൽ നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് സമാധാനത്തോടെ ഒരു കാര്യം നിർവഹിക്കാൻ സാധിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ദൈവം പറയുകയാണ്, എൻ്റെ സ്നേഹവും എൻ്റെ പ്രവർത്തനവുമാണ് ഓരോ മിനിറ്റിലും നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളത് കണക്കാക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ ഈ തൊലിയുടെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ തൊലി ഇല്ലെന്ന് വിചാരിക്കും, നമുക്ക് ഏറ്റവും നിസ്സാരമായിട്ട് തോന്നാല്ലേ, നമ്മൾ പറയുന്നത് ഭയങ്കര തൊലിക്കട്ടിയാണ്. തൊലിക്കട്ടി ഇല്ലെങ്കിൽ തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഭാഗ്യം എന്ന് വിചാരിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, ഈ തൊലി തന്നെ ഈ തൊലി ഇല്ലെന്ന് വിചാരിക്കും. ദൈവം തന്ന ദാനങ്ങളിൽ ഏറ്റവും ചെറുത് പറഞ്ഞാണ് ഈ തൊലി. ഈ തൊലി ഇല്ലാത്ത നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ഭാവന കണ്ടുകൊണ്ടിരിക്കുകയും, ഞാൻ അവിടെ അട്ടപ്പാടി സിയോൻ ധ്യാന കേന്ദ്രത്തിന് തൊട്ടടുത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഞാൻ വേദപാഠം പഠിപ്പിച്ചൊരു കുട്ടി, അപ്പോൾ അതിൻ്റെ കല്യാണം കഴിഞ്ഞ് 3-4 പിള്ളേരൊക്കെ ആയി. പക്ഷേ അതിൻ്റെ തൊലി പോയി. ഒരു വാഴയില വെട്ടി ആ കുട്ടീനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇഞ്ചക്ഷൻ മെഡിസിൻ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ മൊത്തം ഒരു വ്രണം പോലെയാണ്. എന്തോ പൊട്ടി തൊലി അങ്ങോട്ട് പോയി. അപ്പോൾ കണ്ണും മുടിയൊക്കെ ഉണ്ട്, ബാക്കിയൊന്നുമില്ല, മൊത്തം ഒരു വ്രണമാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ തൊലി, ഇപ്പം നമ്മുടെ തൊലി ഇല്ലെന്ന് വിചാരിക്കും, നമുക്ക് ഈ കസേര വന്നിരിക്കാൻ പറ്റുമോ? നമ്മുടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? നമുക്ക് അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റുമോ? നമ്മുടെ പിള്ളേരെ എടുക്കാൻ പറ്റുമോ? നമ്മുടെ ഓഫീസിലേക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പൈസ എണ്ണി കൊടുക്കാൻ പറ്റുമോ? ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഈ കാറ്റടിച്ച് നടക്കാൻ പറ്റുമോ? കാറ്റടിച്ച പൊടി വന്ന് അടിഞ്ഞ് ഇതെല്ലാം കീച്ച വന്ന് ആർക്കും. ഒരു വലിയ പ്ലാസ്റ്റിക് കൂടിനകത്ത് ഓയിൻമെൻറ്റ് നിറച്ച് അതിനകത്ത് ഇറക്കി വെച്ച് എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വാഴയിൽ വെട്ടി അവിടെ കിടത്താം. അപ്പം നോക്കി, ദൈവത്തിൻ്റെ ദാനങ്ങൾ, ദൈവം തന്ന ഈ മഹാദാനങ്ങൾ നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ സർവശക്തിയോടെ അംഗീകരിക്കുന്നില്ല, ദൈവത്തെ സർവശക്തിയോടെ സ്നേഹിക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വേദനയോടെ നമ്മളെക്കുറിച്ച് ഓർക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറയുകയാണ്, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കും. ദൈവം വളരെ ഉന്നതനായ, അതിശക്തനായ, സർവശക്തനായ ദൈവമാണ്. പക്ഷേ ദൈവം വളരെ ടെൻഡറായി സ്നേഹിക്കുന്നവനാണ്. ദൈവം അത്ര അടുത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ദൈവത്തിൽ തിരിഞ്ഞ് ദൈവമേ എന്ന് വിളിച്ചാൽ അപ്പോൾ ദൈവം തൊട്ടടുത്തുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പാലായിൽ ഒരു സഹോദരി, ആ സഹോദരിയുടെ മുടിക്ക് ഇത്ര നീളമുള്ളൂ. ഇത്ര നീളമുള്ള സമയത്ത് ആ സഹോദരി പറഞ്ഞ്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഇത്ര സ്നേഹം, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഇത്രയും നീളമുള്ള മുടിയുള്ളൂ, എനിക്ക് ഇത്രയും നീളമുള്ള മുടി വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്തേ ഉള്ളൂ. പിറ്റേ ദിവസം തൊട്ട് മുടിയുടെ ഈ എരിവാല് പോലുള്ള മുടിയുടെ ആ തിക്നെസ്സൊക്കെ കൂടാൻ തുടങ്ങി, അത് കുറച്ച് വ്യത്യാസം വരാൻ തുടങ്ങി, കറക്കാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. 2 വർഷം കൊണ്ട് അത് വളർന്ന് ആ ചേച്ചി കയ്യടയാളം എവിടം വരെ വെച്ചോ അത്രയും മുടി വളർന്ന് വന്ന് അവിടെ നിൽക്കുകയാണ്.
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്? ഓക്കെ, അതെ. ആ ചേച്ചി ഇവിടെ ഉണ്ടോ? ഇല്ല, ഒന്ന് പറഞ്ഞ്. എന്താ ചേച്ചി? മുട്ടം സിവിരി ചർച്ച് അംഗമാണ്. എനിക്ക് 2012-2013 കാലഘട്ടമായപ്പോഴത്തേനും എൻ്റെ മുടി അമിതമായിട്ട് കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അങ്ങനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ എനിക്ക് HB വളരെ കുറവാണെന്ന് കണ്ടു. അതിന് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2019 ആയപ്പോഴത്തേനും യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോഴേക്കും എൻ്റെ മുടി മൊത്തമായിട്ടും കൊഴിഞ്ഞ് ഈ കൈയുടെ ചെറുവിരലിൻ്റെ അത്രയും വണ്ണവും നീളവുമായി തീർന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ മുടി ക്ലിപ്പ് പുഷ് എന്തിട്ട് കെട്ടി വെച്ചാൽ അത് ഊരി ചാടി പോകുമായിരുന്നു. അത്രയും വിരലിലെണ്ണാവുന്ന പോലെ അത്ര മുടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് 46 വയസ്സുണ്ടായിരുന്നു അന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും പ്രായമൊക്കെ ആയില്ല, ഇനി എനിക്ക് മുടിയൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞു പോയി. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് എല്ലാ ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുമായിരുന്നു. 2020 മെയ് മാസം ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സാക്ഷ്യമായിരുന്നു ആദ്യം കണ്ടത്. ഒരു 30 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ താടിയും മുടിയും എല്ലാം കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ട് ഇവിടെ അട്ടപ്പാടി സെഹിയൻ കുരിശുമലയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് താടിയും മുടിയും ഉണ്ടായെന്ന് പറഞ്ഞൊരു സാക്ഷ്യമായിരുന്നു. എനിക്ക് പെട്ടെന്ന് അന്നേരം പ്രചോദനം ലഭിച്ചതനുസരിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു കുരിശ് വരച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കും വേണം തലമുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അടയാളം കാണിച്ചു, എനിക്ക് ഇത്ര മുടി വേണം എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുളിക്കാൻ വേണ്ടി പെട്ടെന്ന് മുടിയൊക്കെ ഇങ്ങനെ നിവർത്തിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മുടിക്ക് അല്പം നീളം കൂടിയതും മുടിക്ക് ഉള്ളു വെച്ചതായിട്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അതേ തുടർന്ന് മുടി നല്ല കരുത്തോടെ വളർന്നു വരാൻ തുടങ്ങി. ഇപ്പോൾ കൃത്യം 2 വർഷമായി. ഇപ്പം എനിക്ക് 50 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴും മുടി നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ ഹസ്ബൻഡ് എന്നോട് വെപ്പുകൂടി മേടിച്ചു തരാന്ന് വരെ പറഞ്ഞാണ്. തലേ കൈ വെച്ച് പ്രാർത്ഥനയാണ് അല്ലേ പ്രാർത്ഥിച്ചത്? തല ഇങ്ങനെ കൈ വെച്ച് കുരിശ് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കും വേണം തലമുടി എന്ന് പറഞ്ഞാൽ നിയമാവർത്തനം 4:7 എന്ന് പറഞ്ഞതാണ്. എന്താ കർത്താവ് എന്താ പറയണത്? നിയമാവർത്തനം 4, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മൾ മാമോദീസ മുങ്ങി തിരുസഭയിൽ അംഗമായി കർത്താവ് യേശു ക്രിസ്തു ആകുന്ന മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയായ സഭയോട് ചേർന്ന് ആയിരിക്കുന്ന ആ കൂട്ടായ്മയിലായിരിക്കുന്നതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, സഭയിൽ ഒരു വൈദികനായിരിക്കുന്നതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് വൈദികരാകാൻ വേണ്ടിയുള്ള ദൈവവിളിയുടെ പ്രോത്സാഹനം അച്ഛന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ എൻകറേജ് ചെയ്യണം. കാരണം എന്താ, ഇത്രയും ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഈ ഒരു വലിയ ഒരു കൃപാവരത്തിൻ്റെ ശുശ്രൂഷകൾ കർത്താവ് ഈ വൈദികരുടെ കരങ്ങളിലൂടെ നിർവഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 12-ാം തിരുല് 33:12 സങ്കീർത്തനം 33:12 പറഞ്ഞെങ്ങനെയാണ്? ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യേകത വേണം. കർത്താവ് ദൈവമായുള്ള ഒരു ജനതയായിരിക്കണം. കർത്താവ് ദൈവമായുള്ള ഒരു ജനത, അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനം, അത് ഭാഗ്യമുള്ളത്. കർത്താവ് ദൈവമായുള്ളൊരു ജനത, അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനം, അത് ഭാഗ്യമുള്ളത്. എന്താ കാരണം? ഈ ജനതയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ട് ഈ ജനതയുടെ എല്ലാ കാര്യത്തിനു വേണ്ടി ദൈവം മുമ്പിൽ നിന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നിയമാവർത്തനം ജോഷുവയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 10-11 തിരുലിഖിതങ്ങൾ. ഈ ജനത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ നമ്മളല്ല, ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. ജോഷുവ 23:10-11 തിരുലിഖിതങ്ങൾ. നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരത്തുന്നു. കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഒരാവശ്യം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ,
ഒരു ഞെരുക്കം വരുമ്പോൾ, കുടുംബത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ, നമ്മുടെ കല്യാണം നടക്കാതിരിക്കുന്ന സമയത്ത്, നമ്മുടെ ജപ്തിയുടെ പക്കത്ത് നിൽക്കുമ്പോൾ, ജോലിക്ക് തടസ്സമുള്ള സമയത്ത്, കുട്ടികളുടെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, നമ്മളെ ശത്രുക്കൾ വഞ്ചിക്കുമ്പോൾ, നമ്മുടെ പണമെല്ലാം തട്ടിച്ചെടുത്ത്, നമ്മുടെ എല്ലാ നാനാവിധമായ 100,000 പ്രശ്നങ്ങളിൽ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം മുമ്പേ നിന്ന് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ജോഷുവ ഇങ്ങനെയാണ് പറയുന്നത്. ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരത്തുന്നു, 2 പേർ 10,000 പേരെ തുരത്തുന്നു. 1,00,000 പേരെ തുരത്താൻ എത്ര പേര് മതി? 3 പേര് മതി. കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സർവശക്തിയോടെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. ദൈവത്തെ സർവശക്തിയോടെ വിശ്വസിക്കുക, ദൈവത്തെ സർവശക്തിയോടെ സ്നേഹിക്കുക, മുഴുവൻ ഹൃദയത്തോടെ വിശ്വസിക്കുക, മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളത് ചെയ്യുന്നില്ല. കർത്താവിൻ്റെ ഒരു വേദനയാണത്. നാം മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിച്ചാൽ, മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചാൽ ഇതുപോലെ പ്രവർത്തിക്കും. ദൈവത്തിന് സന്തോഷമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, സാംസണച്ചൻ ഒരു ദിവസം, എല്ലാ അച്ഛന്മാരും അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ, ദൈവജനത്തിൻ്റെ ഞെരുക്കം. അതുപോലെ ആൾ തലശ്ശേരിയിൽ നിന്ന് അട്ടപ്പാടി വന്നു. ചെറുപ്പക്കാരൻ്റെ തലയെ മുഴുവൻ ഇങ്ങനെ ഇവിടെയൊക്കെ പഴുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ സാംസണച്ചൻ്റെ അടുത്ത്, ഒരു അട്ടപ്പാടിയുടെ കൊച്ചച്ഛനാണ് സാംസണച്ചൻ. സാംസണച്ചൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാംസണച്ചൻ കുരിശ് വരച്ചിട്ട് പറഞ്ഞു, അടുത്ത മാസം ആകുമ്പോഴത്തേനും മാറിക്കോളും എന്ന് പറഞ്ഞു. ആ കുട്ടി പറയുകയാണ്, അതുപോലെ തന്നെ, എങ്ങനെ പറഞ്ഞു അതുപോലെ സംഭവിച്ചു. അതാണ് ആ ഒരു അനുഭവം. എന്താ അതിൻ്റെ പേര്? എൻ്റെ പേര് ജെൽവിൻ ജോൺ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാലാവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എൻ്റെ തലയുടെ പുറകിൽ അരിമ്പാറ വളർന്നിട്ട് അത് പോകുന്നില്ലായിരുന്നു. ദൈവമേ, ഈ കുട്ടിയുടെ തലയുടെ പുറകിൽ അരിമ്പാറ വളർന്നിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടം. ചീപ്പ് കൊണ്ട് ചെയ്യാനും പറ്റില്ല, തലമുടി വെട്ടാനും പറ്റില്ല. ഇതൊക്കെ നമ്മളതിനെ സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ ഇതിനൊക്കെ ആകെ വിഷം. എന്നിട്ട് +2 തുടങ്ങിയതാണ്. 1 വർഷമായിട്ടും പോയില്ല. ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. എന്നിട്ട് വീട്ടുകാർക്ക് പോലും അറപ്പായി തുടങ്ങി തലയില്. ഇതിങ്ങനെ കുട്ടികൾ കാണുമ്പോഴും ഫ്രണ്ട്സ് കാണുമ്പോഴും എവിടെയെങ്കിലും പള്ളി ചെന്നാലും എല്ലാം ഇത് തന്നെയല്ലേ, വിഷമത്തിൻ്റെ വിഷമം, സങ്കടത്തിൻ്റെ മേൽ സങ്കടം. എന്നിട്ട് 5 മാസം മുന്നേ വൺ ഡേ കൺവെൻഷന് വേണ്ടി ഇവിടെ വന്നായിരുന്നു. ഇവിടെ അട്ടപ്പാടി ആദ്യ വെള്ളി അഭിഷേകാഗ്നിക്ക് വന്നു. എന്നിട്ട് സാംസൺ അച്ഛൻ പുറത്ത് പ്രാർത്ഥിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫാദർ സാംസൺ അച്ഛൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫാദർ സാംസൺ, എന്നിട്ട് അച്ഛൻ ഇവിടെ ഉണ്ട്, ഇന്നിവിടെ ഉണ്ട്. സാംസൺ അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പോൾ സാംസൺ അച്ഛൻ പറഞ്ഞു, ഇതെന്തായാലും സാധിക്കും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോണമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞതോടെ എന്നെ വീട്ടിൽ വന്ന് മുടി വെട്ടിയതും സംഭവം പിന്നെ കാണുന്നില്ല. അവിടെ ഇല്ല, പിന്നെ അവിടെ ഇല്ല. നോക്ക്, ആദ്യത്തെ സ്ഥിതി കാണിക്ക്. ഇതുപോലെ തലയിലുണ്ടായിരുന്നതാണ് 5 മാസം മുമ്പ്. അപ്പോൾ ഒരു ആദ്യ വെള്ളിയാഴ്ച പറഞ്ഞു, ഹോളി വാട്ടർ തളിച്ചെന്ന് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം എന്തായാലും നടക്കും, ക്ലിയർ ആയിരിക്കും എന്ന് പറഞ്ഞു. നീ സാക്ഷി പറയുമെന്ന് ചോദിച്ചു. ആദ്യ വെള്ളിയാഴ്ച സാക്ഷി പറയാം എന്ന് പറഞ്ഞു. ഇതാ നോക്ക്, ഇപ്പോൾ പുതിയ സ്ഥിതി നോക്ക്. ഇതാണ് ഇപ്പോൾ പുതിയ സ്ഥിതി. അച്ഛൻ കൂടെ അമ്മയാണ് ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അമ്മ പറയാണ് എന്റെ മോനെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, ഭയങ്കര അറപ്പാണ്. അതുപോലെ വികൃതമായി മാറിയ ഒരു സംഭവമാണ് ഈശോ തൊട്ട് സുഖപ്പെടുത്തി. ശരിക്കും തലയുടെ പുറകിലാണെങ്കിൽ നമ്മളിപ്പോ ഫോട്ടോയിൽ കണ്ട പോലെയല്ല, ശരിക്കും നല്ല വികൃതമായ അവസ്ഥയായിരുന്നല്ലേ. ശരിക്കും അമ്മ ഇവിടെ ഉണ്ട്, അറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഭക്ഷണത്തിലെ സ്ഥിതി. കർത്താവ് അത്ഭുതകരമായി അങ്ങനെ ഒറ്റ മാസം കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എത്ര അടുത്ത് നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ പ്രവർത്തിക്കും. ഓരോ ശുശ്രൂഷകരുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കും. അൽമായ സഹോദരങ്ങൾ, സിസ്റ്റേഴ്സ്, വൈദികർ, പിന്നെ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കും.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ കാര്യം സർവ്വശക്തിയോടും കൂടെ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. യൂദത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 1 തൊട്ട് 3 വരെ തിരുലിഖിതങ്ങൾ. യൂദത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 തൊട്ട് 3 വരെ തിരുലിഖിതങ്ങൾ. ഹോൾ ഓഫ് ഫർണസ് എന്ന് പറഞ്ഞ വളരെ ശക്തനായ ഒരു ഏകാധിപതി അദ്ദേഹം ദൈവജനത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ദൈവജനത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാവരും ആ ഏകാധിപതിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ പറയുന്ന പോലെ എല്ലാം ചെയ്യുക. പക്ഷേ ദൈവത്തിൻ്റെ ജനമായ യഹൂദജനം മാത്രം അങ്ങനെ ചെയ്തില്ല. ഉടനെ ആ ഹോളോഫർണസ് പറഞ്ഞ ചക്രവർത്തിക്ക് ദേഷ്യമായി. ചക്രവർത്തി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. എല്ലാവരും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു ജനത മാത്രം നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്നില്ലല്ലോ. എന്താണ് ഈ ജനതയുടെ ശക്തി കേന്ദ്രം? എന്താണ് ഇവരുടെ ഊറ്റം? എന്താണ് ഇവരുടെ അടിസ്ഥാനം? അതൊന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞു. ആ വചനഭാഗം ഒന്ന് വായിക്കാം. യൂദത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 തൊട്ട് 3 വരെ തിരുലിഖിതങ്ങൾ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വായിച്ചു. ഇസ്രായേൽ ജനം മലമ്പാതകൾ അടച്ച് ഗിരിശൃംഗങ്ങൾ ശക്തമാക്കി, സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർണസ് കേട്ടു. ദൈവത്തിൻ്റെ ജനത്തിന് ഏത് ശക്തിയോട് യുദ്ധം ചെയ്യാൻ സാധിക്കും, കാരണം ദൈവമാണ് അവർക്കൊണ്ട് യുദ്ധം ചെയ്യുന്നത്. ഒരു ശക്തിനെ ഭയപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ ജനത്തിന് കഴിയും, കാരണം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവന് കഠിനമായ കോപമുണ്ടായി. അവൻ മൊബാബിലെ പ്രഭുക്കന്മാരെയും അമ്മോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, കാനാന്യരെ, മലപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത്? അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ്? അവരുടെ പ്രതാപവും ശക്തിയും എന്തിൽ അടങ്ങിയിരിക്കുന്നു? എന്താണ് അവരുടെ പ്രതാപവും ശക്തിയും എന്തിൽ അടങ്ങിയിരിക്കുന്നു? അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ അന്വേഷിക്കണമെന്ന് സൈന്യാധിപൻ ഹോളോഫർണസ് ഉത്തരവിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെല്ലാം അന്വേഷിച്ചു. ആഗിയോർ എന്ന് പറയുന്നൊരു ജ്ഞാനി പിന്നീട് അടുത്ത മീറ്റിങ്ങിലും എഴുന്നേറ്റ് നിന്ന് ഈ സദസ്സിനോട് പറഞ്ഞു. അതാണ് യൂദത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം. യൂദത്ത് 5:8. ആഗിയോർ പറയുകയാണ്, ഇവർ പൂർവികരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾ അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കുന്ന ജനമാണ്. ഇവർ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ ജനമാണ്. അതിനാൽ അപ്പോൾ ഈ ജനത്തെക്കുറിച്ച്, ഈ ജനത്തിൻ്റെ പ്രതാപവും ശക്തിയും എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? ഈ ജനത്തിൻ്റെ പ്രതാപവും ശക്തിയും അടങ്ങിയിരിക്കുന്നത് ഇത് തങ്ങളുടെ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച്. അപ്പോൾ ഇന്ന് ആലഞ്ചേരി പിതാവ് പ്രസംഗം സൂചിപ്പിച്ചു, സമുദായ ശക്തീകരണത്തിൻ്റെ ഏറ്റവും അടിത്തറകളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട ഒരു സമൂഹം ഇവിടെ ഉയർത്തെഴുന്നേൽക്കണം. നമ്മളങ്ങനെ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ വചനം കേട്ടും വിശുദ്ധ കൂദാശകളിലൂടെയും നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലൂടെയും നമ്മുടെ മുഴുവൻ ആത്മീയ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം അതാണ്. പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ബലമുള്ള സമൂഹം. അവരുടെ പ്രതാപവും ശക്തിയും അടങ്ങിയിരിക്കുന്നത് ദൈവമാണ് അവരുടെ രാജാവ്, ദൈവമാണ് അവരുടെ യോദ്ധാവ്, ദൈവമാണ് അവരുടെ ഭരണകർത്താവ്. സർവശക്തിയോടെ അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇവർ തങ്ങളുടെ പാപമാർഗങ്ങൾ, തങ്ങളുടെ പൂർവികരുടെ പാപമാർഗങ്ങൾ അവർ ഉപേക്ഷിച്ച് അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇതാണ് ഈ ജനത്തെക്കുറിച്ച് ആഗിയോർ സൈന്യാധിപന് കൊടുക്കുന്ന ഒരു വെളിപ്പെടുത്തൽ. എന്നിട്ട് തുടർന്ന് ആഗിയോർ പറയുകയാണ്, ഈ ജനത്തിൻ്റെ അടുത്ത ശക്തിയെക്കുറിച്ച് യൂദത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം. യൂദത്തിൻ്റെ പുസ്തകം 5:17 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ മുമ്പിൽ അവരുടെ യോദ്ധാവായിരുന്നു. പാപത്തെ വെറുക്കുന്ന ദൈവം അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്തിരുന്നു. പാപത്തെ വെറുക്കുന്ന ദൈവം അവർക്ക് വേണ്ടി എല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നു. പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ മുമ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവർ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർ ശക്തരായിരുന്നു.
യുദ്ധത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 20-ഉം 21-ഉം തിരുലിഖിതങ്ങൾ. അതിനുശേഷം ആഗ്യോർ ഇങ്ങനെയാണ് പറയുന്നത്: അതിനാൽ എൻ്റെ യജമാനനായ ഹോളോഫർണസ് പ്രഭോ, അറിവ് കൂടാതെ വല്ല പിഴകളും ഇപ്പോൾ ഈ ജനത്തിന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്ത് ഒരതിക്രമവും ഇല്ലെങ്കിൽ എൻ്റെ യജമാനൻ അവരെ വിട്ടുപോയാലും കർത്താവ് അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. നാം ലോകസമക്ഷം ലജ്ജിതരായി തീരും. നാം ലോകസമക്ഷം ലജ്ജിതരായി തീരും. ഇത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അവകാശമാണ്. ഇത് ദൈവത്തിൻ്റെ ജനം സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിലെ ശുശ്രൂഷ കാലത്ത് നിരവധി തവണ ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. ദൈവം അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യും. നമ്മൾ ശാന്തരായിരുന്നു, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. ദൈവം പ്രവർത്തിക്കും. നമ്മൾ തിക്കും തിരക്കും കൂട്ടാതിരുന്നാൽ മതി. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, നിയമാവർത്തന പുസ്തകം 28:7 പറയുന്നത് എങ്ങനെയാണ്: നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം ഇങ്ങനെ പറയണത്: നിങ്ങൾ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും എന്ന് പറഞ്ഞാൽ അസാധാരണ ശക്തിയുള്ളൊരു ജനതയായി ഈ ജനത മാറും. എൻ്റെ ചെറുപ്പകാലത്തെല്ലാം ആ മലബാർ പ്രദേശത്ത് ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമുള്ളൂ, കുടിയേറ്റക്കാരാണ്. ഓരോ ഞങ്ങളുടെ പ്രദേശത്ത് ആകെ 2 വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ വീടുണ്ടായിരുന്ന സ്ഥലത്ത്. അതുപോലെ പക്ഷേ അവിടെയുള്ള എല്ലാവർക്കും ഈ ഒരു ജനതയെ പേടിയായിരുന്നു. 2 പേര് മതി. അവരാ വൈകുന്നേരം നടക്കുമോ, എല്ലാവർക്കും എന്തോ ഒരു പ്രത്യേക ദൈവികമായ ഒരു റെസ്പെക്റ്റ്, ഒരു പ്രത്യേക ഒരു പേടി. ഞാനത് ചെറുപ്പത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ കപ്പ കൃഷി, ചേന അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിലും അവിടെയുള്ള ജനതയ്ക്ക് നമ്മളോടൊരു സ്നേഹവും ഒരു ഭയവും ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഒരു ദൈവത്തിൻ്റെ ദൈവം കാത്തു സൂക്ഷിക്കുന്ന ഈ ഒരു അവസ്ഥ നമ്മളിൽ നിന്നും മാറിപ്പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവിശ്വാസത്തിൻ്റെ പാപമാണ്. അവിശ്വാസത്തിൻ്റെ പാപം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിലെ ആദ്യ പാപം എന്താണെന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ പറയും ലോകത്തിലെ ആദ്യ പാപം ഏദൻ തോട്ടത്തിലുണ്ടായ അനുസരണക്കേടാണെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ലോകത്തിലെ ആദ്യ പാപം അവിശ്വാസമാണ്. അവിശ്വാസം. ദൈവത്തെ സംശയിക്കുക. ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് ഈ പറയുന്ന ശക്തിയുണ്ടോ? ശരിക്കും സ്വർഗം ഉണ്ടോ? നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടെങ്കിൽ സ്വർഗവും ദൈവവും ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി, ഇവിടെയും ജീവിതമില്ല അവിടെയും ജീവിതമില്ല. ഒരാൾ എന്നോട് സൂചിപ്പിച്ചതുപോലെ ശരിക്കും ഇത് ഉറപ്പാണോ? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിശ്വാസം മാരകമായ തിന്മയാണ്. നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളെല്ലാം നിങ്ങൾ ചിന്തിച്ച് നോക്കി, എല്ലാവരും നല്ല വിധത്തിലാണ്. നല്ല പ്രായമുള്ളവരുണ്ട്, നല്ല പഠിപ്പുള്ളവരുണ്ട്, നല്ല ഗ്രേസ് ഉള്ളവരുണ്ട്, എൻ്റെ കൂട്ടത്തിൽ ശുശ്രൂഷകരാണെങ്കിൽ 10, 20, 30 വർഷം ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൻ്റെ വിവിധ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നെടുവീർപ്പ് പോലെ, ഒരു വേദന പോലെ, ഒരു സങ്കടം പോലെ, ഒരു പരിഭവം പോലെ പൊങ്ങി വരുന്ന ഒരു വലിയ പ്രതികരണം എന്താണ്? ദൈവം ഉണ്ടെങ്കിൽ ദൈവം എവിടെ? ദൈവം എന്തുകൊണ്ട് ദൈവത്തെ കാണുന്ന എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല?
അവിശ്വാസത്തിൻ്റെ മാരക പാപം നമ്മുടെ ജീവിതത്തെ ഗ്രസിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ചുറ്റുവട്ടം നോക്കുമ്പോൾ നമ്മൾ പറയും മദ്യപാനം, നമ്മുടെ മനസ്സിലുള്ള പാപങ്ങളായി നമ്മൾ കണക്കാക്കും. മദ്യപാനം, കൊലപാതകം, വ്യഭിചാരം, വെട്ടിപ്പിടുത്തം, കള്ളത്തരം, മോഷണം. വ്യഭിചാരം പാപമാണ്, സംശയമില്ല. മോഷണം പാപമാണ്, ഡെഫിനറ്റായിട്ടും പാപമാണ്. അതൊന്നും വെച്ചു പുറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അതെല്ലാം അനുദപിക്കണം. ഈ പറഞ്ഞ എല്ലാം പാപങ്ങളാണ്. പക്ഷേ അവിശ്വാസം അത് നമ്മുടെ ജീവിതത്തെ ദൈവവുമായുള്ള സകല ബന്ധങ്ങളിൽ നിന്നും വിച്ഛേദിക്കുന്ന തരത്തിലുള്ള മാരകമായ ഒരു പാപമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ വ്യഭിചാരത്തിന് പോകുന്നില്ല, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വചനം മനസ്സിൽ വെച്ച് ചിന്തിച്ച് നോക്കണം. ഈ ഒരു ഉത്ബോധനം മനസ്സിൽ വെച്ച് ചിന്തിച്ച് നോക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള അവിശ്വാസം പൊങ്ങി വരുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള വേദന പൊങ്ങി വരുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാരകഭാവിയാണ് ഞാൻ. ഞാനും നിങ്ങളും പാപത്തിൻ്റെ കഠിനമായ ബന്ധനത്തിലാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-9 തിരുലിഖിതങ്ങൾ, കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്. ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്, ഈ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഇത് നമ്മൾ നന്നായിട്ടത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നല്ലവനാണ്. ദൈവം എൻ്റെ അപ്പനാണ്. ദൈവം എന്നെ നോക്കും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും എന്ന് ഉറച്ച വിശ്വാസം നമുക്ക് വേണം. പക്ഷേ ആ വിശ്വാസത്തെ സാത്താൻ ദുർബലപ്പെടുത്തി കളയും. അങ്ങനെ അവിശ്വാസത്തിൻ്റെ പാപം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നാം ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഒരു പാപിയായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 15 തൊട്ട് 17 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ഉൽപ്പത്തി ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആദത്തോടും ഹവ്വയോടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 15 തൊട്ട് 17 വരെ. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: ഈ തോട്ടത്തിലുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം, എന്നാൽ ഒരു മരമുണ്ട്, ആ മരത്തിലെ ഫലം തിന്നരുത്, തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും. വളരെ സിമ്പിൾ. എല്ലാവർക്കും മനസ്സിലായി. ആദത്തിന് മനസ്സിലായി, ഹവ്വയ്ക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, തുടർന്ന് 3-ാം അധ്യായത്തിൽ 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. 3-ാം അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. പാമ്പ് അവിടെ വന്നു. ഹവ്വ പാമ്പിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ പാമ്പ് വളരെ നിഷ്കളങ്കമായി ചോദിക്കുകയാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ സ്ത്രീ വളരെ നിഷ്കളങ്കയായ നമ്മുടെ ഹവ്വ സർപ്പത്തോട് പറഞ്ഞു, എല്ലാ ഫലങ്ങളും തിന്നാം, നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തൊടുക പോലും അരുത്. അത്രയും നമ്മൾ നിഷ്കർഷയുള്ളവരാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്, നമ്മൾ കുർബാന സ്വീകരിക്കുന്നവരാണ്, നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ വളരെ തൊടുക പോലും അരുത്, നോക്കുക പോലും അരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഉടനെ അതിൻ്റെ റീസൺ പറയാണ്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഉടനെ സർപ്പം പറയാണ്, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ
അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. പിശാച് പറയാണ്, എനിക്ക് ദൈവത്തെ അറിയാം. ഒരാൾ തലമുക്കാൻ മൂപ്പര് സമ്മതിക്കുകയില്ല. മൂപ്പരുടെ മുകളിൽ ഒരാൾ ഉയരാൻ സമ്മതിക്കില്ല. നിങ്ങളിത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നും നിങ്ങളെ ഇങ്ങനെ ഒരു ചെറുതാക്കി വെക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഞാനാ പറയണേ, ഉറപ്പ് കൊടുക്കുകയാണ്. നീ ഇത് തിന്നു നോക്കിക്കേ, നീ മരിക്കില്ല മരിക്കില്ല മരിക്കില്ല, ഉറപ്പ്. ഇത് ഒരു ദിവസം 2 ദിവസമല്ല. പക്ഷേ ഇത് ഒരുപാട് വർഷങ്ങളായി കാറ്റഗറിസം പഠിച്ച് നമ്മൾ കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിച്ച് ധ്യാനങ്ങൾ കൂടി നമ്മളെ സംബന്ധിച്ച് 1 ദിവസം 2 ദിവസം കൊണ്ട് നമ്മൾ വീഴിയല്ല. ഇങ്ങനെ നിരന്തരം ഒരു കാര്യത്തിനെ പറഞ്ഞോട്ട് നീ മരിക്കുകയല്ല നീ മരിക്കുകയല്ല നീ മരിക്കൽ, തിന്നു നോക്ക് തിന്നു നോക്ക് തിന്നു, വെറുതെങ്കിലും തിന്നു നോക്ക്, പരീക്ഷിക്കാനെങ്കിലും തിന്നു നോക്ക്, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ അങ്ങ് പറഞ്ഞ് അപ്പം എന്തായി, ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പം നമ്മുടെ ചേട്ടത്തിമാരല്ലേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹവ്വ ഇപ്പൊ ഹവ്വയുടെ മുമ്പിൽ 2 സ്വരമാണ്. ഒന്ന് ദൈവത്തിൻ്റെ സ്വരം. ദൈവത്തിൻ്റെ സ്വരമാണ് തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. പിശാചിൻ്റെ സ്വരമാണ് തിന്നോ, ഒരു കുഴപ്പം സംഭവിക്കുകയല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാവും. ഹവ്വയ്ക്കാണെങ്കിൽ ഇങ്ങനെ വളരെ വലുതാകുന്ന സന്തോഷമാണ്. ദൈവത്തെ പോലെ ആവുക നല്ലൊരു കാര്യമല്ലേ അല്ലേ? ദൈവത്തെ പോലെ ആവുക ആഗ്രഹമില്ലേ? അതിന് പിശാചിൻ്റെ വഴി തന്നെ ഫോളോ ചെയ്യണം. നിങ്ങളെ ദൈവത്തെ പോലെ ആക്കാൻ വേണ്ടിയാണ് അവൻ തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെടക്കാക്കി തനിക്കാക്കാന്ന് കേട്ടിട്ടില്ല, അതേപോലെ ആക്കി തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹവ്വ ഒരു ഹൃദയം കൊണ്ടൊരു തീരുമാനം എടുത്തു. പലതാളിത് കേട്ട് കഴിഞ്ഞപ്പോൾ അവയ്ക്ക് ആവേശമായി മാറി. ഒരു എൻലൈറ്റൻമെൻറ്റ് കിട്ടിയതുപോലെ. ഇത്രയും കാലം വേദപാഠവും ബൈബിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒറ്റ സ്വരം മാത്രമേ ഉള്ളൂ ഫോളോ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു എൻലൈറ്റൻമെൻറ്റ്, നമ്മൾ കേട്ടതിനേക്കാൾ വിപരീതമായ മറ്റൊരു കേൾവി, മറ്റൊരു ലോകം, മറ്റൊരു സാമ്രാജ്യം, മറ്റൊരു ചക്രവാളം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാവേശമാണ്, ഒരു തീ കത്തുന്ന പോലെയാണ്. ഈ ആശയങ്ങളെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു തീ കത്തുന്നവരെ തോന്നാൻ തുടങ്ങും. വിപ്ലവ ആശയങ്ങൾ ഞാൻ പണ്ട് ഒരാൾ കേട്ടെന്ന് ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഈ വിപ്ലവാശയങ്ങൾ ശരീരം മുഴുവൻ കത്തണ പോലെ തോന്നുകയെന്ന് പറയണം. ഇങ്ങനെ അനുസരിച്ചിരിക്കാനൊന്നും പറ്റിയല്ലെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങാം വിപ്ലവത്തിന്. തീ കത്തണ. ജോസഫ് സ്റ്റാലിൻ സെമിനാരിയിലായിരുന്നു. ജോസഫ് സ്റ്റാലിൻ സെമിനാരിയിൽ നല്ല മാതൃക വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് വരുമ്പോൾ കടല പൊതിഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന ആ പേപ്പർ മാത്രം അവസാനം കടലൊക്കെ തിന്ന് പേപ്പർ മാത്രം അവശേഷിച്ചു. ആ പേപ്പർ നോക്കുന്ന സമയത്ത് പേപ്പറിൽ ലെനിൻ എന്ന് പറയുന്ന വിപ്ലവ നേതാവിൻ്റെ വിപ്ലവ ആഹ്വാനങ്ങളാണ്. ആ വിപ്ലവ ആഹ്വാനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ സിരകളിലെല്ലാം തീ ആളി കത്താൻ തുടങ്ങി. അദ്ദേഹം സെമിനാരിൽ ചെന്ന് വീണ്ടും അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികം താമസിയാതെ അവിടുത്തെ സാർ ചക്രവർത്തിമാരല്ല, റഷ്യയിലെ അന്നത്തെ ഭരണകൂടത്തിൻ്റെ പോലീസ് ഒന്ന് റെയ്ഡ് ചെയ്തു അദ്ദേഹത്തെ. പിന്നെ അദ്ദേഹം പുറത്തുപോയി. പിന്നെയാണ് ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ക്രൂര ഏകാധിപതി ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് ഹവ്വയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടും, ഒരു ആവേശം കിട്ടും, ഒരു തരിപ്പ് വരുന്നു, ഒരു തീ കിട്ടിക്കുന്നത് തോന്നുന്നു. അതെല്ലാം സ്വർഗത്തിലേക്ക് നയിക്കുന്ന തീയാണെന്ന് വിചാരിക്കരുത്. ഹവ്വയ്ക്ക് അങ്ങനെ തീ പിടിച്ചു. ഹവ്വയ്ക്ക് ഇരിക്കപ്പുറം ഇല്ലാതെ ഹവ്വ അത് തിന്നു. തിന്ന സമയത്ത് എന്ത് സംഭവിച്ചു? തിന്നു. ആ വാദത്തിന് കൊടുത്തു, തിന്നു. തിന്ന സമയത്ത് എന്ത് സംഭവിച്ചു? സംഭവിച്ചത് ദൈവം പറഞ്ഞത് സംഭവിച്ചു, പിശാച് പറഞ്ഞതൊന്നും സംഭവിച്ചില്ല. അവരുടെ ജീവിതത്തിൻ്റെ വലിയ മാരക പാപിയായി മാറി. പാപത്തിന്റെ ശമ്പളമാണ് മരണം. ദൈവങ്ങളുടെ ബന്ധം വേർപെട്ടു. Man without God is dead. ശരീരത്തിൽ സഞ്ചരിക്കുന്നുണ്ടാകാം, നല്ല ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാകാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പുറംപോക്കിലേക്ക് പോയാൽ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ വലയം വിട്ടുപോയാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഹവ്വയുടെ ജീവിതത്തിൽ പിശാച് പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല. ഹവ്വയുടെ ജീവിതത്തിൽ തകർച്ചകളായി. ഈ പിശാച് ഹവ്വയുടെ മനസ്സിൽ കൊടുത്ത ചിന്ത എന്താ? പിശാച് വന്ന് ഇടപെട്ടപ്പോൾ ഹവ്വയുടെ മനസ്സിലുണ്ടായ റിസൾട്ട് ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് സംശയം, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എതിർചിന്ത, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് സംശയം. ഈ ദൈവം അത്ര നല്ലവനാണോ? ഈ ദൈവം യഥാർത്ഥത്തിൽ എൻ്റെ ഉയർച്ചയാണോ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ബന്ധിച്ചിടുന്ന എന്നെ എപ്പോഴും ഇങ്ങനെ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നന്മയെ സംശയിക്കാൻ പ്രേരിപ്പിക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിക്കാൻ പ്രേരിപ്പിക്കുക. ദുരിതം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിക്കരുത്. സർവശക്തിയോടെ ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കണം, സർവശക്തിയോടെ ദൈവത്തിനെ അംഗീകരിക്കണം, സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നമ്മൾ രണ്ട് സ്വരം കേൾക്കുകയാണ്, രണ്ട് സ്വരത്തിന് താലോലിക്കുകയാണ്. ദൈവവചനത്തിന് ഈ ധ്യാനത്തിന്റെ സ്വരം കേൾക്കും, അപ്പുറത്തെ സ്വരം കേൾക്കും. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അറിഞ്ഞുകൊള്ളുകയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹവ്വയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയം തോന്നി. ദൈവത്തോട് ഒരു സംശയം. ഇത്രയും കാലം ദൈവത്തിന് കൂടെ നടന്നു. ശരിയാ, ദൈവത്തിനെ പോലെയുള്ള തേജസ് ദൈവത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പാമ്പ് പറഞ്ഞാൽ തീയൊന്നും കിട്ടുന്നില്ലല്ലോ. ഈ പാമ്പ് പറഞ്ഞത് ഉള്ളിൽ നിൽക്കുകയാണ്. ദൈവത്തിനെതിരെയുള്ള ചിന്ത. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ജീവിതത്തിൻ്റെ ഓരോ ദുർഘട സന്ധികളിൽ നമ്മുടെ ഉള്ളിൽ പൊങ്ങി വന്ന ചിന്ത എന്താണ്? ദൈവത്തിലുള്ള അവിശ്വാസം, ദൈവത്തിലുള്ള സംശയം. ഹൃദയത്തിൽ ഒരുപക്ഷെ നമ്മളെന്നും കുർബാന സ്വീകരിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നവരും ധ്യാനം വചനം ശുശ്രൂഷ ചെയ്യുന്നവരും എല്ലാ തരത്തിലുള്ള കാര്യത്തിലും മുൻപന്തി നിൽക്കുന്നവരായിരിക്കാം. എങ്കിലും എൻ്റെ പ്രിയ മകനെ, മകളെ, ഇത് ഏതെല്ലാം ആദ്യത്തെ പാപമാണ്. ആ പാപം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള അവിശ്വാസത്തിൻ്റെ ഈ പാപാവസ്ഥയെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ, അനുദപിക്കാൻ അതിനെക്കുറിച്ച് അംഗീകരിക്കാനും അനുദപിക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. കാരണം എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നത് വരുന്നത്. വിശ്വസിക്കാത്ത ദൈവമക്കളെ, നിങ്ങളിൽ ഇപ്പോൾ പിശാചിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മഹാപാപത്തിന്റെ പിടിയിലാണ്. അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അവിശ്വാസം. സാത്താൻ തലതിരിഞ്ഞ പ്രതിഭയാണ്. അവൻ വളരെ കൗശലമുള്ളതാണ്. ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിൽ തന്നെ അവൻ പ്രതിബന്ധമായി പ്രതിഷ്ഠിക്കും. അത് ചിന്തകളിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ എതിരായിട്ട് വരും. വികാരിച്ചൻ പള്ളി പറഞ്ഞ എതിരായ ചിന്തകൾ പള്ളിയിൽ നിന്ന് വിട്ട് കഴിയുമ്പോഴുണ്ടാവുള്ളൂ. ഈ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒന്നും തോന്നിയാൽ ഇവിടുന്ന് പുറത്ത് കഴിക്കുമ്പോൾ തൊട്ട് ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വന്ന് ഇങ്ങനെ കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ അവിശ്വാസ ചിന്തകൾ ഉള്ളിൽ നിറയാൻ തുടങ്ങും. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ, കിടക്കുമ്പോ, ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ, കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ, വട്ടം കൂടി സംസാരിക്കുന്ന സമയത്ത് അവിശ്വാസത്തിന്റെ ചിന്ത അത് ശക്തി പ്രാപിക്കും. അത് ഉള്ളിൽ കട്ട പിടിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. ജോബിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം. ജോബിൻ്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുലിഖിതം. ജോബിൻ്റെ പുസ്തകം 34:9. ജീവിതത്തിൻ്റെ നമ്മുടെ ആഗ്രഹ സഫലീകരണം നടക്കാതെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ വന്ന് നമ്മളെ വലയം ചെയ്യുമ്പോൾ, എല്ലാം അന്ധകാരവൃതമാകുമ്പോൾ, ഉറ്റവരും ഉടയവരും മരിച്ചു പോകുമ്പം നമുക്ക്
വേണ്ടതുപോലെ അംഗീകാരമൊന്നും കിട്ടാതെ കണ്ടിന്യൂസ് ആയിട്ട് വൺ ആഫ്റ്റർ അനദർ ഡിസാസ്റ്റേഴ്സ് വരുമ്പം നമ്മുടെ മക്കൾക്കൊന്നും ജോലി കിട്ടാതെയും മനപ്രയാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വേദന വരുന്നു. അത് ദൈവത്തിനെതിരായുള്ള സംശയം ആയിട്ട് പിശാച് ഉള്ളിൽ അത് ഇൻജക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ജോബിൻ്റെ പുസ്തകം 39-ാം അധ്യായം 34-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, ദൈവപ്രീതി നേടുന്നത് കൊണ്ട് മനുഷ്യനെ പ്രയോഗം ഇങ്ങനെ പോയി കൺവെൻഷൻ ഇരിക്കുന്നത് കൊണ്ടും ഇങ്ങനെ പോയി കൈയടിക്കുന്നതുകൊണ്ടും ഇങ്ങനെ പോയി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് എന്ത് മെച്ചം, എന്ത് ഗുണം? കുട്ടികൾ ചോദിക്കുകയാണ്, അമ്മ ഇത്രയും കാലം പോയാൽ എന്ത് ഗുണമുണ്ടായി? ഇത്രയും കാലം കൈക്കാരന്മാരായി പ്രവർത്തിച്ചു, കാറ്റഗിസം ടീച്ചേഴ്സായി പ്രവർത്തിച്ചു, പള്ളിയിൽ ചെയ്യാവുന്നിടത്തോളം മാക്സിമം ചെയ്തു, എന്ത് ഗുണം? ഇത് നിങ്ങളുടെ ഉള്ളിൽ ചോദ്യം ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തീരെ ചെറിയ പാവമല്ല. നിങ്ങൾ ഈ കൗശലമേറിയ പാമ്പിൻ്റെ പ്രവർത്തന പിടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. കാര്യം നല്ല വസ്ത്രം ചുറ്റി നടക്കുന്ന ഉള്ളിലിരിക്കുന്നത് ഉള്ളിൽ പാമ്പ് നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. 35-ാം അധ്യായം 3-ാം തിരുലിഖിതം. ജോബ് 35:3. ജോബ് 35:3. എന്ത് ഗുണം? എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു? ഈ വണ്ടിക്കൂലി കൊടുത്ത് ഈ പൊടിയെ സഹിച്ച് കാറ്റും കൊണ്ട് SB കോളേജിൽ എന്തിനു പോകണം? എന്ത് ഗുണം? പാപിയാകാതെ ഞാൻ കണ്ണുപിടിക്കാതെ ജീവിച്ചുകൊണ്ട് എന്ത് മെച്ചം? എനിക്ക് എന്ത് ഗുണം? പണ്ട് ഒരു കുട്ടി അട്ടപ്പാടി എന്നോട് ചോദിച്ചതാണ്, ഞാൻ കാറ്റീസിന് പോയാൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേക കഞ്ഞി കിട്ടുമോ? കാറ്റീസിന് പോയാലും പോയില്ലെങ്കിലും വീട്ടിലുള്ള സാധനമൊക്കെ തന്നെ ഉള്ളൂ, എന്തെങ്കിലും പ്രത്യേകിച്ച് പുതിയത് കൊടുത്ത് തരുന്നുണ്ടോ? അട്ടപ്പാടിയുടെ നാടൻ ചോദ്യമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, പള്ളിക്ക് വേണ്ടി അധ്വാനിക്കും, സഭയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഉള്ളിൽ ചോദിക്കുകയാണ്, നീ ഇത്രയും കാലം ചെയ്തു, 16 വർഷം പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ച് പള്ളി ഉണ്ടാക്കി എല്ലാം ചെയ്തു, ഇപ്പോൾ കരിവേപ്പില പോലെ ആയില്ലേ, എന്ത് കാര്യം? കൈക്കാരനായ ഒരാളോട് അദ്ദേഹത്തിന് പീഡയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ. ജോബിൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ. ഇന്നിവിടെ അനേകരുടെ ഹൃദയങ്ങളിൽ ഈ അവിശ്വാസത്തിൻ്റെ ദുരാത്മപീഡയാൽ അവർക്ക് തലപൊക്കി കർത്താവിനെ ആരാധിക്കുന്നു, സർവശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുന്ന ആ ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ എന്താ പറയുന്നത്? ആകാശത്തിലേക്ക് നോക്കി, ഇതാ നീ പാപം ചെയ്തുവെങ്കിൽ അവിടത്തേക്ക് എതിരായി നീ എന്ത് നേടി? നിന്റെ തിന്മകൾ നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടുത്തെ ബാധിക്കുമോ? ചില ആളുകൾ ചെയ്യുന്നതെന്നറിയാമോ? ചില ആളുകൾ, ഞാൻ ഓർക്കുന്നുണ്ട്, ചില ശുശ്രൂഷകർ ആദ്യത്തെ ആവേശത്തിന് 10, 20, 25 വർഷം മദ്യപിക്കാതെ, പുകവലിക്കാതെ, മുഴുവൻ സമയം എല്ലാ 50 നോമ്പും എടുത്ത്, എല്ലാ 25 നോമ്പും എടുത്ത്, എല്ലാ 9 നോമ്പും എടുത്ത് അങ്ങനെ സർവ്വശക്തിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കും. അങ്ങനെ കർത്താവിനെ ശുശ്രൂഷിച്ചാലും ദൈവം നടത്തുന്ന വഴിയുണ്ട്, ആ വഴിയിലൂടെ പോകുള്ളൂ. കുറേ കാലം കഴിയുമ്പോൾ മടുക്കും, ആ കൗതുകം കഴിയുമ്പോൾ മടുക്കും. മടുക്കുന്ന സമയത്ത് പറയുന്നത്, ഞാൻ ഇത്രയും കാലം നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്തായി പിന്നെ നേരെ റിവേഴ്സ് ഓർഡറാവും, മൂക്കറ്റം കുടിക്കാൻ തുടങ്ങും. എൻ്റെ കൂടെയുള്ള സഹശുശ്രൂഷകരൊക്കെ അവർ 35-40 വർഷങ്ങൾ നന്നായിട്ടിരിക്കുന്നവരാണ്, അവരെ സംശയിക്കരുത്. അല്ല, ഇങ്ങനെയുള്ള അതിൻ്റെ പേരാണ് ഒരു ആത്മീയ നിരാശ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം. സാധാരണ മറ്റു ചിലരുടെ ഒരു പ്രതിസന്ധി ഇങ്ങനെയാണ്. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം. ജോബ് ദൈവത്തെ സ്നേഹിച്ചു നല്ല സ്ഥിതി ഇരിക്കുകയായിരുന്നു, എന്നാൽ ആത്മീയനായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? എല്ലാം തകർന്ന് തരിപ്പണായി, വട്ടപൂജ്യമായി. അങ്ങനെ കാല് മുതൽ തല വരെ ചിരങ്ങ് വന്ന് ചുരണ്ടി ഇരിക്കുന്ന സമയത്ത് സ്നേഹമുള്ള ഭാര്യ വന്ന് ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത്? 2:8-9 ഒക്കെ ഉണ്ട്. ഭാര്യ വന്ന് ചോദിക്കുകയാണ്, നീ ഇപ്പോഴും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുക. നീ ഇപ്പോഴും ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുക. ഇതിൻ്റെ എല്ലാ സാരാംശം ഇതാണ്. എന്ത്? ഒരു നിശ്ചിത ഘട്ടം അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ എന്ന് വിചാരിച്ചോ, ദൈവത്തെ സംശയിക്കുക,
ദൈവഭക്തിയെ സംശയിക്കുക, തിരുസഭയെ സംശയിക്കുക, ഇടവപ്പള്ളിയെ സംശയിക്കുക, ഉദാശകളെ സംശയിക്കുക, ദൈവത്തിൻ്റെ പരിപാലനയെ സംശയിക്കുക, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായി പോകാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കൗശലം നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരും, പ്രവർത്തന നിരതമാകും. നമ്മളതിന് വശവതരായാൽ ദൈവം പറയാണ് മാരക പാപാവസ്ഥയിലേക്കാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഹെബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ 7 തൊട്ട് 19 വരെ തിരുലിഖിതങ്ങൾ. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 7 തൊട്ട് 19 വരെ തിരുലിഖിതങ്ങൾ. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം പരീക്ഷിക്കുകയും എൻ്റെ പ്രവർത്തികൾ കാണുകയും ചെയ്തു. അതിനാൽ ആ തലമുറയോട് കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു. അവിശ്വാസം 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 സദാ അവർ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റി. മാരക വിപത്താണത്. അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു. ഹൃദയം കഠിനമാകുന്നു. എൻ്റെ വഴികൾ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ക്രോധത്തിൽ ശപഥം ചെയ്ത് പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഹെബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം പാപത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ച് പഠിപ്പിക്കും. പാപത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഒറ്റ കാരണമുള്ളൂ, അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ജീവിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ ആരും വിശ്വാസരഹിതം ദുഷ്ടഹൃദയങ്ങൾ അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസമുള്ള കാലത്തോളം എല്ലാ ദിവസങ്ങളും പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. എന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുവിൽ മാത്രമേ നാം ക്രിസ്തുവിൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതെന്താണ് പിന്നീട് പറഞ്ഞുതരാം. നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുവിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹവ്വായുടെ ഹൃദയം കഠിനമാകാൻ കാരണം എന്താ? 2 സ്വരം ഒരുപോലെ സ്വീകരിച്ചു. 2 ചിന്താധാരകൾ ഒരുപോലെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ദൈവത്തിന്റെ വഴിയിൽ പോകാൻ അവർക്ക് പറ്റിയില്ല. അവരുമായി 40 വർഷം, അതിനുശേഷം ലാസ്റ്റ് വായിച്ചു നോക്കിയേ, പാപം മൂലം അവരുടെ ശരീരം മരുഭൂമിയിൽ നിബന്ധിച്ചു. ലാസ്റ്റ്, അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും ഇവർക്ക് പരാജയമാകാൻ ഒറ്റ കാരണമുള്ളൂ, അവിശ്വാസം. അവിശ്വാസം 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ഞങ്ങൾ അത്ര അവിശ്വാസികളൊന്നും അല്ല. ഞങ്ങൾ ആരാണ്? 30-40 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ, നമ്മൾ ഡെയിലി കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്നവരാണ്, അല്ലെങ്കിൽ 40 കൊന്ത വെച്ച് ദിവസം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. എനിക്കുമുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഞാൻ 10-25 വർഷമായിട്ട് ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പലതും പറയാനുണ്ട് ഓരോരുത്തർക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സർവശക്തിയോടെ വിശ്വാസത്തിൽ നിലകൊള്ളുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാം അധ്യായം 7 തൊട്ട് 20 വരെ വാക്യങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 7 തൊട്ട് 20 വരെ വാക്യങ്ങൾ. അവിടെ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരാൾ സർവശക്തിയുടെ വിശ്വാസത്തിനോട് നിലകൊണ്ട ഒരു സംഭവമാണത്. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 7 തൊട്ട് 20 വരെ വാക്യങ്ങൾ. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. ഒരാളെ കുറിച്ചാണ്, പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ ഇപ്പോൾ സഹോദരങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അദ്ദേഹം ഇപ്പോൾ പൊത്തീഫർ എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു ഭരണാധികാരിയുടെ വീട്ടിലുള്ള ഒരു വീട്ടു ജോലിക്കാരനായിട്ട്, അടിമയായിട്ട് വന്നിരിക്കുകയാണ്.
ജോസഫ് അടിമത്ത ശരീരമുള്ളവനും സുമുഖനുമായി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എൻ്റെ കൂടെ ശയിക്കുക അവൾ ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ വഴങ്ങിയില്ല. അതായത് പലതവണ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ വന്നു, പലതവണ പാപത്തിൻ്റെ ഇൻവിറ്റേഷൻ വന്നു, പാപത്തിൻ്റെ പ്രചോദനങ്ങളുണ്ടായി. അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അവൻ ഒരു തവണ പോലും വഴങ്ങിയില്ല. ആ സമയത്തിൽ എന്താ ചെയ്തെന്നറിയാവോ? ആ സമയത്തെല്ലാം ചെയ്തൊരു കാര്യമുണ്ട്. അത് കുറച്ച് താഴെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, കുറച്ചും കൂടെ താഴെ, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരായി പാപം ചെയ്യുക? ഇത് ജോസഫിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ജോസഫിൻ്റെ ഹൃദയത്തിൽ രണ്ട് സ്വരം ഇല്ല. ജോസഫിൻ്റെ ഒറ്റ സ്വരമുള്ളൂ, ദൈവത്തിൻ്റെ സ്വരം മാത്രം. മറ്റേ സ്വരം കയറുന്നില്ല. മറ്റേ സ്വരം ഡേ ബൈ ഡേ വരുന്നുണ്ട്, അത് ഉള്ളിൽ കയറുന്നില്ല. ഇത് ശക്തിയോടെ നിൽക്കുകയാണ്. എന്താണത്? ആ വചനഭാഗം, ഞാൻ എങ്ങനെയാണ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ. അദ്ദേഹം ഇവിടുത്തെ രാജാവിനെയോ ഇവിടുത്തെ ഭരണാധികാരി, ഇവിടുത്തെ ശിക്ഷകനെയോ ഇവിടുത്തെ ഭാവിയോ ഇവിടുത്തെ ഫ്യൂച്ചറോ ഒന്നുമല്ല. അദ്ദേഹത്തിന് മനസ്സിൽ ഇവിടുത്തെ ഒന്നുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലുള്ള എൻ്റെ ജീവിതം, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അത് സർവ്വശക്തിയോടെ അദ്ദേഹം പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം വിടുന്നില്ല. അതുകൊണ്ട് വേറൊരു സ്വരം കയറാൻ ഇടം കൊടുക്കുന്നില്ല. ജോസഫ് ഈ സ്വരത്തിൽ മുറുകെ പിടിച്ച്, എൻ്റെ ദൈവത്തിന് എങ്ങനെയാണ് എൻ്റെ ദൈവത്തിന് നീചമായി പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുക? അനുദിനം ഡേ ബൈ ഡേ അവൾ പറഞ്ഞിട്ടും അവളോട് സഹിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ കൂട്ടാക്കിയില്ല. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തു വന്നു. കുപ്പായം അവൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു കൂട്ടി പറഞ്ഞു, എന്തായി? നേരെ തിരിച്ചായി. നമുക്ക് അപമാനം വരുത്താൻ ഇത്ര പരമപരിശുദ്ധയായ എൻ്റെ അടുത്ത് ഇതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. എല്ലാവരും വിളിച്ചുകൂട്ടി പറയുകയാണ്, എന്നോടത്ത് സഹിക്കാൻ അവൻ എന്നെ സമീപിച്ചു, എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറങ്കാപ്പായ. നോക്കുക, ഒരു കാര്യത്തെ നേരെ ഓപ്പോസിറ്റായി അവതരിപ്പിക്കാൻ യാതൊരു മടിയില്ല. പച്ച കള്ളം, പച്ച നുണ. ഒരു അവിശ്വാസിക്ക് നുണ പറയാൻ പറ്റും, ഒരു വിശ്വാസിക്ക് നുണ പറയാൻ പറ്റില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ്, അവൻ ദൈവത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറമുപ്പായം എൻ്റെ അരികിൽ ഇട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കിടന്നു. അതിനുശേഷം ചിന്തിച്ചു നോക്കിയേ, അവൻ്റെ യജമാനൻ തിരിച്ചു വരുവോളം അവൾ കുപ്പായം പിടിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും യജമാനൻ വന്നത്. ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ വിളിച്ചു വരുത്താനായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട ഈ 3 ദിവസം ജോസഫിൻ്റെ വിഷമം എന്തായിരിക്കും? ഈ 3 ദിവസം ജോസഫ് അവിടെയുള്ള എല്ലാവരും മുമ്പിൽ നാണം കെട്ടും. ഈ ജോസഫ് ഈ 3 ദിവസം ജോലിക്ക് പോകുന്നില്ല, ഇരിക്കുകയല്ലേ, എവിടെയെങ്കിലും വീട്ടിലെവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും. ഈ 3 ദിവസം ജോസഫ് ഇരുന്നപ്പോഴും ജോസഫ് ഒരു ദിവസം പോലും, ഒരു സെക്കൻഡ് പോലും അവിശ്വാസ ചിന്തയ്ക്ക് വശമതനായില്ല. എങ്ങനെ എന്നാ കോംപ്രമൈസ് ചെയ്തേക്കാം ചിന്തിച്ചില്ല. അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ ദൈവത്തിൻ്റെ മുന്നിലുള്ള വിശ്വാസ സർവശക്തിയോടെ അവൻ കീപ്പ് ചെയ്തു. ദൈവത്തോടെ സ്നേഹം സർവശക്തിയോടെ കീപ്പ് ചെയ്തു. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള സ്നേഹം, ദൈവത്തിലുള്ള ഉറപ്പ്, അവൻ സർവശക്തി. ദൈവമുണ്ട്. ദൈവത്തിന് മുമ്പിലാണ് ഞാൻ. ദൈവം എല്ലാം കാണുന്നുണ്ട്. എൻ്റെ ദൈവം കണ്ടാൽ മതി, ദൈവം അറിഞ്ഞാൽ മതി. സർവശക്തിയോടെ അവൻ്റെ വിശ്വാസം അവൻ ജീവിച്ചു. അവൻ്റെ വിശ്വാസം അവൻ പിടിച്ചു. പിന്നെ വിശ്വാസം അവൻ മനസ്സുകൊണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ദുർബലനായപ്പോഴും അവൻ വിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നു. തളർന്നപ്പോഴും അവൻ വിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ പിടിക്കപ്പെടുമ്പോഴും അവൻ്റെ വിശ്വാസം അവൻ്റെ ദൈവം മാത്രം. ഈ സഹോദരി, ഈ മറ്റേ ആ യജമാനൻ്റെ ഭാര്യ അതുവരെ കീപ്പ് ചെയ്തു. എന്നിട്ട് ബാക്കി എന്തുണ്ടായി? അപ്പോൾ യജമാനൻ തിരിച്ചു വരുവോളം അവളെ കുപ്പായം സൂക്ഷിച്ചു. അത്രയും ദിവസം ജോസഫ് അവിടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രതിസന്ധിയിൽ അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു,
എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറത്തുപായി ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഓടി പുറത്തു കിടന്നു. ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത്. നോക്കൂ, ഒരൊറ്റ മനുഷ്യന് പോലും ദൈവത്തിനല്ലാതെ മറ്റൊരാൾക്കും നമ്മളെ നീതീകരിക്കാൻ പറ്റാത്ത സമയം വരും. ഇവിടെ ആർക്കും ഇനി ഇടപെടാൻ പറ്റില്ല. അപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു. ദൈവമുണ്ട്, ദൈവം കാണും, ദൈവം പ്രവർത്തിക്കും, ദൈവം അറിഞ്ഞാൽ മതി, ദൈവം അറിഞ്ഞാൽ മതി, ദൈവം അറിഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. 2 സ്വരം കയറാൻ അനുവദിച്ചില്ല. എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും 2 സ്വരം കയറാൻ അനുവദിച്ചില്ല. അടുത്തതോ, തൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ യജമാനൻ രോഷാകുലനായി. അവൻ ജോസഫിനെ രാജാവിൻ്റെ തടവുകാരെ എന്ന് പറഞ്ഞ തിഹാർ ജയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കേരളത്തിലുള്ള പാലക്കാട് ജയിലൊന്നുമല്ല, നമ്മളെങ്കിൽ ഇവിടെ ചങ്ങനാശ്ശേരി. അത് ശരിക്കുള്ള മെയിൻ ഭീകരന്മാരെ താമസിപ്പിക്കുന്ന, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തവരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്. നല്ല കിരാതമുറകളുള്ള സ്ഥലം. അവിടേക്ക് കൊണ്ടേക്ക് വിട്ടു. എന്താ ചെയ്യാം? യജമാനൻ രോഷാകുലനായി. അവൻ വേറൊന്നും ചിന്തിച്ചില്ല. ജോസഫിനെ രാജാവിൻ്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ 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 എന്ത് സംഭവിച്ചു? അങ്ങനെ അവൻ രാജാവിൻ്റെ കാരാഗൃഹത്തിൽ കിടന്നു. എത്ര ദിവസം കിടന്നു? എത്ര ദിനരാത്രങ്ങൾ? ഒരു മനുഷ്യനില്ല ജാമ്യം എടുക്കാൻ. അവൻ രാജാവിനെ പാർപ്പിക്കുന്ന കാരാഗൃഹത്തിൽ കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 105-ാം സങ്കീർത്തനത്തിൽ 18-19 തിരുലഖിതങ്ങൾ. 105-ാം സങ്കീർത്തനത്തിൽ, അതായത് ഇരുമ്പ് പട്ട അവൻ്റെ കഴുത്തിൽ മുറുകി, ചങ്ങലകൾ കൊണ്ട് അവൻ്റെ കാലുകൾ മുറിഞ്ഞു. അവനെന്നും എന്താ പറയുന്നത്, പട്ടിണി എന്ന് പറഞ്ഞാൽ നല്ല സുഭിക്ഷമായ ഭക്ഷണമുള്ള സ്ഥലമല്ലല്ലോ അങ്ങനത്തുള്ള സ്ഥലങ്ങൾ. വായിച്ചു നോക്കിക്കേ, 105-ാം സങ്കീർത്തനത്തിൽ 18 അവൻ്റെ അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി, അവൻ്റെ വചനം അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിശ്വസിക്കുക. അപ്പോഴും ദൈവത്തിന് ഒറ്റ വിചാരമുള്ളൂ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ. അതാണ് ഞാൻ വേറെ വാക്കി പറഞ്ഞാൽ, ഒരു അവിശ്വാസിക്ക് മദ്യപിക്കാം, ഒരു വിശ്വാസിക്ക് മദ്യപിക്കാൻ കഴിയുകയില്ല. കാരണം അവൻ അവൻ്റെ ദൈവത്തിന് മുമ്പിലാണ്. ഒരു അവിശ്വാസിക്ക് നുണ പറയാം, ഒരു വിശ്വാസിക്ക് നുണ പറയാൻ കഴിയുകയില്ല. കാരണം അവൻ അവൻ്റെ ദൈവത്തിന് മുമ്പിലാണ്. ഒരു അവിശ്വാസിക്ക് പ്രാർത്ഥിക്കാതെ ജീവിക്കാം, ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ കഴിയുകയില്ല. കാരണം അവൻ അവൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിലാണ്. ഒരു അവിശ്വാസിക്ക് അർമാദിച്ച് തന്നിഷ്ടത്തിന് നടക്കാം, ഒരു വിശ്വാസിക്ക് അങ്ങനെ കഴിയുകയില്ല. കാരണം എന്താ? അവൻ അവൻ്റെ ദൈവത്തിന് മുമ്പിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു അവിശ്വാസിക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാതിരിക്കാം, മീറ്റിങ്ങിന് പോകാം, പാർട്ടി മീറ്റിങ്ങിന് പോകാം, സമ്മേളനത്തിന് പോകാം. ഒരു വിശ്വാസിക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റിയല്ല. കാരണം എന്താ? അവൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിലാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കഴുത്തിൽ ഇരുമ്പോട്ട് മുറുകുമ്പോഴും അവൻ്റെ കാലുകൾ ചങ്ങലകൾ കൊണ്ട് മുറിയുമ്പോഴും അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. കാരണം അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത്. അവൻ സർവശക്തിയോടെ ദൈവത്തെ വിശ്വസിക്കുന്നു, അവൻ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സർവശക്തിയോടെ ദൈവത്തെ വിശ്വസിക്കുന്നു, അവൻ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, നാം അവിശ്വാസത്തിന് പിടിയിരിക്കുമ്പോൾ മാരകമായ വിപത്തിലാണ്. അവരുടെ അവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ 2 സാധ്യതകളാണ് എപ്പോഴും ഉള്ളത്. ഞായറാഴ്ച വരുമ്പോൾ 2 സാധ്യതയാണ്. പള്ളി പോകാം, പാർട്ടി സമ്മേളനത്തിന് പോകാം. നമുക്ക് എപ്പോഴും 2 സാധ്യതയാണുള്ളത്. വചനം വീരോചിതമായി അനുസരിക്കാൻ, വചനം 100% അനുസരിക്കാൻ, ഒരു പാപം പോലും ചെയ്യാതെ പാപത്തിൽ നിന്നും പാപം ഉപേക്ഷിച്ച് തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്ന ജനമായി ജീവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം അങ്ങനെ ആയാലും ഇങ്ങനെയായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ജീവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ തകർച്ച
നമുക്ക് കണിശമില്ല എന്നുള്ളതാണ്, നമുക്ക് നിർബന്ധ ബുദ്ധിയില്ല എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥനയുടെ സമയമായാൽ ഒരു ട്രെയിൻ മിസ്സാകുമ്പോൾ ആ ട്രെയിൻ കിട്ടാൻ വേണ്ടി ഓടുന്ന പോലെ ഓടുന്നുണ്ടോ? സന്ധ്യാനമസ്കാരത്തിന് സമയമായാൽ ഫ്ലൈറ്റ് മിസ്സാവും, ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നത് അതുപോലെ പോകാൻ പറ്റുന്നുണ്ടോ? സർവശക്തിയോടെ സ്നേഹിച്ചാൽ, സർവശക്തിയോടെ വിശ്വസിച്ചാൽ ദൈവത്തിന് മുമ്പിൽ ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും അവൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഈ ജോസഫിന് വേണ്ടി ആരുമില്ല. അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു, അവൻ അവന് വേണ്ടി വാദിക്കുന്നില്ല, അവൻ ഒറ്റപ്പെടുത്തപ്പെട്ടു, അവൻ ഉപേക്ഷിക്കപ്പെട്ടു, അവനെതിരെ പച്ച നുണ പറഞ്ഞു പരത്തി. പക്ഷേ ഒരു പ്രതികാരവും ഇല്ല. അവന്റെ ദൈവത്തിന് അവന് പ്രതികാരം ചെയ്യാൻ പറ്റില്ല. വിശ്വാസിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ ദൈവത്തിന് മുമ്പിലാണ്. അവന്റെ ദൈവത്തിന് മുമ്പിൽ അവൻ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നു. അവൻ സർവശക്തി, അവന്റെ കഴുത്തിൽ ഇരുമ്പ് വട്ടം മുറുകി, അവന്റെ കാലുകളിൽ കാൽവിലകളുടെ മുറിഞ്ഞു, ഇങ്ങനെ ചരങ്ങ് ഇങ്ങനെ ചങ്ങല മുറുകി കാലെല്ലാം ചരങ്ങുകൊണ്ട് മൂടി. എന്നിട്ടും അവൻ ഒരൊറ്റ കാര്യം മാത്രമേ സർവശക്തിയോടെ ദൈവത്തെ വിശ്വസിച്ച് പറയാണ്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും നടക്കുകയല്ല, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയല്ല, എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. എൻ്റെ ദൈവം അറിഞ്ഞ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിക്കുകയില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കുകയില്ല, ദൈവത്തിൻ്റെ നന്മയെ സംശയിക്കുകയില്ല, ദൈവത്തെ സംശയിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഹൃദയം അങ്ങനെയല്ല, ഉറച്ചിട്ടില്ല. നമ്മുടെ ഹൃദയം ഉറച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിശ്വാസം, ഏതെല്ലാം ആദിപാപം, അതൊരു മാരക വിപത്താണ്. പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ വിശ്വസിക്കുന്നവർ സർവശക്തിയോടെ ദൈവത്തെ വിശ്വസിക്കണം. ദൈവത്തിന് അർപ്പണം ചെയ്യുന്നവർ സർവശക്തിയോടെ വിശ്വാസത്തെ തെളിയിക്കണം. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. മലാക്കി പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ 6 തൊട്ട് 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. മലാക്കി പ്രവചനം 1-ാം അധ്യായം 6 തൊട്ട് 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഞാൻ പിതാവാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? മാത്സര്യം, ദൈവവിശ്വാസത്തോട് ചേർന്ന് സാത്താൻ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു മാരക വിപത്താണ് മാത്സര്യം. ഒന്നിനും വിധേയപ്പെടുകയല്ല, ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കും. ഡു നോട്ട് റെസിസ്റ്റ് ഹോളി സ്പിരിറ്റ്. പ്രിയപ്പെട്ട സഹോദരൻ, മാത്സര്യം. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ നിസ്സാരമായി കണക്കാക്കിയത്? അതിന്റെ മറുപടി കർത്താവ് തന്നെ വീണ്ടും പറയാണ്, കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങൾ കർത്താവിനുള്ളതിനെ നിസ്സാരമായി കരുതി. അത് എപ്പോഴായാലും കുഴപ്പം, എന്ത് വന്നാലും മാറ്റി വെക്കാൻ പറ്റിയ എന്താ ഉള്ളത്? കർത്താവിൻ്റെ കാര്യം. കുട്ടിയുടെ പരീക്ഷ മാറ്റി വെക്കാൻ പറ്റുമോ? കുട്ടിയുടെ ട്യൂഷൻ മാറ്റി വെക്കാൻ പറ്റുമോ? കുച്ചിപ്പുടി ഡാൻസ് പഠിപ്പിക്കുന്നത് മാറ്റി വെക്കാൻ പറ്റുമോ? ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു അനുഭവം ഒരാളിങ്ങനെ പ്രസംഗിച്ച് കേട്ടതാണ്. കേരളത്തിലാണോ ഇനി വേറെ ബോംബെയിലാണോ എന്നറിയില്ല. അദ്ദേഹം പറയുകയാണ്, അതായത് ഒരു കുടുംബത്തിൽ 100% അടുത്ത് മാർക്ക് കിട്ടുന്നു, 99.9% മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് 100% മാർക്ക് വേണമെന്ന് മാതാപിതാക്കന്മാർക്ക് നിർബന്ധം. ഏറ്റവും നല്ല ബെസ്റ്റ് ട്യൂഷൻ കൊടുക്കുന്ന സ്ഥലമുണ്ട്, ആ ട്യൂഷൻ കൊടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 100% മാർക്ക് കിട്ടുന്ന കുട്ടികളെ മാത്രമേ ട്യൂഷൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് പ്രവേശനമില്ല, ട്യൂഷന് പോലും പ്രവേശനം 99.9% മാർക്കുണ്ട്, ട്യൂഷന് പ്രവേശനം കിട്ടുന്നില്ല. അപ്പോൾ ഇവർ ഇൻഫ്ലുവൻസ് ഒക്കെ ചെലുത്തി ട്യൂഷൻ അഡ്മിഷൻ എടുത്തപ്പോൾ ഒരു നിബന്ധന, വെളുപ്പിനെ 5 മണിക്ക് ട്യൂഷൻ തുടങ്ങും, 7 മണിയാകുമ്പോൾ ട്യൂഷൻ തീരും. 8 മണിക്ക് ക്ലാസ്സിൽ കയറണം, അവരെ വലിയ സ്കൂളിലാണ്, സ്കൂളിൽ നേരത്തെ എത്തണം. 7 മണിക്ക് ട്യൂഷൻ തീരും. അപ്പോൾ 5 മണിക്ക് 1 മിനിറ്റ് തെറ്റിയാൽ പിന്നെ പ്രവേശിപ്പിക്കില്ല. 5 മണിക്ക് കൃത്യം മുമ്പ് കൊടുന്നാൽ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഈ അപ്പനും അമ്മയും സമ്മതിച്ചു, ശരി 5 മണിക്ക് മുമ്പ് ഞങ്ങൾ എത്തിച്ചോളാം എന്ന്. പെൺകുട്ടിയാണ്, 5 മണിക്ക് മുമ്പ് എത്തിച്ചോളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ട്യൂഷൻ സെൻറ്റർ തുടങ്ങി ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, 5 മണിയാകുമ്പോൾ ഈ ട്യൂഷൻ മാസ്റ്റർ പട്ടീനെ അടിച്ചു വിടും, പിന്നെ ആർക്കും കയറാൻ പറ്റിയല്ല. അപ്പോൾ ഇവരൊരു 3-3:30 എഴുന്നേൽക്കും.
എഴുന്നേറ്റ് ഈ കുട്ടീനെ ഒരുക്കി 4:30 ആകുമ്പോൾ ഈ കുട്ടീനെ കണ്ട് അവിടെ എത്തി 4:45 കുട്ടീനെ ഉള്ളിൽ കയറ്റും. 5 മണിക്ക് ഇവരെല്ലാവരും ഗേറ്റിൻ്റെ പുറത്ത് കിടക്കും. എന്നിട്ട് പാരൻസ് ഇവർ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കും. എന്നിട്ട് 7 മണി വരെ അവിടെ നിൽക്കണം. 7 മണിക്ക് ഇച്ചിരി ഫുഡൊക്കെ കൊടുത്ത് ഒരു ഫ്രഷ് ആകാനൊക്കെ കൊടുത്ത് 8 മണിക്ക് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകും. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അധ്വാനമാണ്. കർത്താവിൻ്റെ ആലയത്തിലോ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കാനോ, മുടന്തുള്ളതിനെ, രോഗം ബാധിച്ചതിനെ, ചട്ടി പിടിച്ചതിനെ, പൊട്ടി പിടിച്ചതിനെ നിങ്ങൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നാൽ അവൻ സംപ്രീതനാകുമോ? എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ചട്ടി പിടിച്ചതും പൊട്ടി പിടിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലായോ? കർത്താവിനോടുള്ള മെന്റാലിറ്റി പറഞ്ഞു തരാം. ഒരു ദിവസം ഒരു ചേട്ടത്തി, ആ ചേട്ടത്തി അല്ല, ഒരു കുടുംബം, ഒരു പരിഷ്കാരി ചേട്ടത്തിയാണ്. അതായത് AI ഉപയോഗിക്കുന്ന ചേട്ടത്തിയാണ്. എപ്പോഴും മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് AI നോക്കി ഇങ്ങനെ പൊങ്ങി നടക്കുന്ന ചേട്ടത്തിയാണ്. അപ്പോൾ അമ്മ മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മോളെ ഞാൻ കർത്താവിന് നേർച്ച നേർന്നിട്ടുണ്ട്, ഒരു 10 കോഴീനെ കർത്താവിന് പള്ളി കൊടുക്കാൻ നേർച്ചയുണ്ട്, എനിക്കത് നിർത്തിയേക്കാൻ പറ്റില്ല, നീ അത് പൂർത്തിയാക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ AI ചേട്ടൻ നോക്കിയിട്ട് പറയാണ്, നമ്മുടെ കർത്താവിന് കൊടുക്കാൻ പറ്റിയ ഒറ്റ കോഴീനെ കാണുന്നില്ല. എന്തൊരു കഷ്ടം, ഉണ്ടാകുന്ന കോഴിയൊക്കെ നല്ല കോഴി, വിറ്റ കാശ് കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോഴികളൊക്കെ വസന്ത പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചേട്ടത്തി ഇങ്ങനെ ചിന്തിച്ചു, ചേട്ടത്തി നല്ല ബുദ്ധിയുള്ളതാണ്, അതിങ്ങനെ ചിന്തിച്ചു, എന്തായാലും ഇവിടെ നിന്ന് ചത്തുപോകുള്ളൂ. ഒരാളെ വിളിച്ചിട്ട് കൊട്ടയിൽ അതിലേക്ക് ആക്കിയിട്ട് നേരെ പള്ളിയിൽ കൊണ്ടുപോകും. വികാരിച്ച് വന്ന് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ തൂങ്ങി നിൽപ്പുണ്ട്. ഒരു കൃഷിക്കാരന് ഒരു 10 വാഴക്കൊല പള്ളിയിലേക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്താൽ പള്ളിക്ക് കൊടുക്കാൻ പറ്റിയ കൊലയൊന്നും ഉണ്ടാകുന്നില്ല. ഒക്കെ നല്ല കൊലകൾ, വിറ്റാൽ 700 രൂപ 500 രൂപ 1000 രൂപ കിട്ടുന്ന കൊലകൾ. അങ്ങനെ ഇരിക്കെ ബംഗാൾ ഉൾപ്പെടൽ ന്യൂനമർദ്ദം ഉണ്ടായി. അത് വാഴക്കോളത്തോട്ടത്തിൽ ആഞ്ഞടിച്ച് എല്ലാം പകുതി മൂപ്പായപ്പം നിലം പരിശ എല്ലാം പിഞ്ച് കൊലകൾ. എൻ്റെ കാർന്നവന്മാരുടെ കാലം തൊട്ടേ കുറേ നേർച്ചക്കടങ്ങളുണ്ടായിരുന്നു. ഇപ്പം അങ്ങ് വിട്ടേക്കാന്ന് പറഞ്ഞാൽ അതെല്ലാം അങ്ങോട്ട് വെട്ടി പള്ളി കൊണ്ട് കൊടുത്താൽ എന്താവും? എങ്ങനെയാവും? വികാരിച്ച് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത കുറച്ച് വാഴക്കൊലകളെല്ലാം നേർച്ചയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ കർത്താവിനുള്ള ബന്ധം.